ഇത് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് ശ്രീ എ വിജയരാഘവനാണ് ഇതിൻ്റെ അവതാരിക എഴുതിയെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എഴുതാൻ അവകാശമുള്ളൂ. കാരണം എന്താണ്, കേരളത്തിൽ ഇതുപോലെ സംഘപരിവാറിൻ്റെ മറ്റൊരു ജിഹയായി നിന്ന ഒരാളാണ് എ വിജയരാഘവൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്കറിയാം, കുഞ്ഞാലിക്കുട്ടി ഹസൻ അമീർ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനകത്ത് ഒരു പ്രത്യേക ഒരു ചിന്താധാരയെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയ ഒരാളാണ്. RSSൻ്റെ നേതാക്കന്മാർ പറയുന്ന ഭാഷയിൽ പറഞ്ഞ വിജയരാഘവൻ തന്നെയാണ് ഇതിന് അവതാരിക എഴുതിയത്. അപ്പോൾ സ്വാഭാവികമായും ആ പുസ്തകത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ വരുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതിന് മുന്നോട്ടായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ പോലെയുള്ള CPMൻ്റെ കോട്ടകളിലെ അവർ DYFIക്കാരായി നിൽക്കുന്ന അതുമായ മേഖലയിൽ ചെറുപ്പക്കാർ വ്യാപകമായി ഇപ്പോൾ CPM വിട്ട് സംഘപരിവാർ പാളയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. CPM കേന്ദ്രങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ, ആ പ്രദേശങ്ങളിലെല്ലാം അതിശക്തമായി സംഘപരിവാറിന് വേരോട്ടമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇവർ പോകുന്നത് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ P ജയരാജൻ പറയുന്ന നിലപാട് തീർച്ചയായും കഴിഞ്ഞ വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ വിഷയം നമുക്കറിയാലോ, ആരാ കൊണ്ടുവന്നത്? കാഫിർ വിഷയത്തിനകത്ത് ഒരു മുസ്ലിം ലീഗുകാരനായ ചെറുപ്പക്കാരനെ യൂത്ത് ലീഗുകാരൻ്റെ പേരിലിട്ട് അത് ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവസാനം വന്നത് അവരുടെ വടകരയിലെ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയുടെ വാട്സപ്പിൽ നിന്നാണല്ലോ അത് പുറത്തു വന്നത് എന്നുള്ളത് നമ്മൾ ഏറെ ചർച്ച ചെയ്തല്ലേ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നപ്പോൾ അദ്ദേഹം മുസ്ലിം നാമധാരിയായതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാട് കൊണ്ടുവന്ന് അവിടെ ഹിന്ദു വോട്ട് ഏകീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ ഇവർ കാഫിർ പ്രയോഗവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിലപാടുകൾ അവരെല്ലാ കാലത്തും എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഘപരിവാറിന് വളമേകുന്ന രൂപത്തിൽ P ജയരാജൻ എന്ന് പറയുന്ന CPMൻ്റെ നേതാവ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വേണ്ടി കേരളത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരനായി യൂദാസായി P ജയരാജൻ മാറി എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ഇപ്പം ജയേന്ദ്രൻ മാഷ് ഉൾപ്പെടെ വളരെ ആവേശത്തിലാണ്. കാരണം എന്താണ്, ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സമീപകാലത്ത് കളമശ്ശേരിയിലുണ്ടായ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പുറകിലാരാ? നിങ്ങൾ ഈ പൈപ്പ് ബോംബ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ രൂപത്തിലേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട്? അത്തരത്തിൽ വിഷയങ്ങൾ ഈ കേരളത്തിനകത്ത് നടക്കുന്നില്ലേ? അത്തരം ബോംബുകൾ പൊട്ടിയിട്ടില്ലേ? മാത്രമല്ലല്ലോ, പ്രഖ്യാസിൻ ഠാക്കൂർ എന്ന് പറയുന്ന ഒരു തീവ്രവാദി, ആ തീവ്രവാദിയല്ലേ മലേഗ സ്ഫോടനം നടത്തിയത്? ആ തീവ്രവാദി ഇന്ത്യൻ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ചതാരാ? BJP അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഭീകരവാദത്തിനെതിരെ പറയാൻ സാധിക്കും? PDPയുമായി, കാശ്മീരിലെ PDPയുമായി ഒന്നിച്ച് ഭരിച്ചവരല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ സ്പേസ് എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സ്പേസിലേക്ക് തീർച്ചയായിട്ടും P ജയരാജനെ പോലെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് RSSനും സംഘപരിവാറിനുമാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായ നിലപാടിലേക്ക് ഈ കേരളം പോകുമ്പോൾ വലിയ പ്രത്യാഘാതം CPMനുണ്ടാകും. അതുകൊണ്ട് CPM ഇതിനകത്ത് കൃത്യമായ നിലപാട് പറയണം. CPM എന്താണ് ഒളിച്ചു വെക്കാനുള്ളത്? P ജയരാജൻ പറഞ്ഞ കാര്യമാണോ? ഈ കേരളത്തിലെ കണ്ണൂരിലെ കാസർഗോഡ് മുസ്ലിം ചെറുപ്പക്കാരെല്ലാം തീവ്രവാദികളാണ്, IS റിക്രൂട്ടിലേക്ക് പോകുന്നവരാണ് എന്ന് പറയുന്ന നിലപാട് തന്നെയാണോ CPMന്റെ നിലപാട് എന്നുള്ളത് ആ പാർട്ടിക്കകത്ത് ചിന്തിക്കുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട നേതാക്കന്മാരും ചെറുപ്പക്കാരും ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ ഒറ്റുകൊടുക്കുകയാണ്, നിങ്ങളെ ആട്ടിൻപറ്റങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അറബുകാരൻ്റെ എത്തിക്കുന്നത് പണിയാണ് ഇവരെടുക്കുന്നത്. ചർച്ചയാകാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? എന്താണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? ഇത് തന്നെയാണോ? അത് തന്നെയാണോ? അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അതോ ചരിത്രം പറയുകയാണോ? നമുക്ക് നോക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.